വിവരമില്ലായ്മ കൊണ്ടു നടക്കുകയും പമ്പര വിഡ്ഢിയായി ജീവിക്കുകയും ചെയ്യുക എന്നത് ഒരു തെറ്റാണോ? അല്ല. എന്നാൽ ആ വിഡ്ഢിത്തങ്ങളൊക്കെ പൊതു ഇടങ്ങളിൽ വന്ന് ഉളുപ്പില്ലാതെ വിളമ്പുകയും അവയൊക്കെ ഉദാത്തമായതാണെന്ന് ആധികാരികമായി സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. വെറും തെറ്റല്ല, ഗുരുതരമായ തെറ്റ്. പറഞ്ഞുവരുന്നത് ആരെക്കുറിച്ചാണെന്നും എന്തിനെക്കുറിച്ചാണെന്നും ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ, അല്ലേ? അതെ, അയാൾ തന്നെ, മെയിൽ ഷോവിനിസത്തിന്റെ അപ്പോസ്തലനായ വൺ ആൻഡ് ഓൺലി അഖിൽ മാരാർജിയെക്കുറിച്ച്. എല്ലാവർക്കും MS ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. മാരാർജി പല കാര്യങ്ങളിലും പണ്ടത്തെ ആ ഗുഹ വിട്ട് ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല. വേണ്ട, ജി അവിടെ തന്നെ കിടന്നോട്ടെ, ഇവിടെ ആർക്കും അതിനൊരു കുഴപ്പവുമില്ല. എന്നാൽ പടുവിഡ്ഢിത്തങ്ങളുമായി സോഷ്യൽ മീഡിയയുടെ വാതായനങ്ങൾ തള്ളി തുറന്ന് അണ്ണൻ കടന്നുവരുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇയാളിതാദ്യമായിട്ടല്ല, അവസാനത്തേതുമാകില്ല, അതുറപ്പാണ്. ബിഗ് ബോസ് എന്ന ഷോ കണ്ടവർക്കറിയാം, ഓരോ വീക്കെൻഡിലും ലാലേട്ടൻ വന്ന് വറുത്തു പൊരിച്ചെടുക്കാറുണ്ടായിരുന്നു മാരാർജിയെ. അതിനു മാത്രം ഓരോ ആഴ്ചയിലും അയാളുടെ ഷോ ഉണ്ടായിട്ടുണ്ടാകും, മാരാർ ഷോ. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ താൻ എന്തോ വലിയ സംഭവമാണെന്ന് അയാളങ്ങ് ധരിച്ചുവെച്ചു. തുടരെ തുടരെ മണ്ടത്തരങ്ങൾ വിളമ്പുന്നതുവഴി നമ്മളിവിടെയൊക്കെ ഉണ്ടെന്ന് അണ്ണൻ ആരാധകരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. സ്ഥാനാർത്ഥിയായതോടെ അതതിന്റെ പീക്ക് ലെവലിലെത്തി. ഇത്രയും വലിയൊരു ഷോ ജയിച്ച എനിക്ക് ഇതൊക്കെ നിസ്സാരമെന്ന് പറഞ്ഞ് നിയമസഭാ മത്സരത്തിലേക്ക് അണ്ണൻ വരവറിയിച്ചു. അടുത്ത 4-ാം തീയതി തന്റെ ജനവിധിയും കാത്തിരിക്കുന്നതിനിടയ്ക്കാണ് അണ്ണന്റെ അടുത്ത കുൽസിത വർത്തമാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഒരു കാലത്തെ എൻജോയ്മെന്റായിരുന്ന പ്രസവത്തെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് പ്രസവമാക്കിയതിൽ അണ്ണൻ അദ്ദേഹത്തിന്റെ കുണ്ഠിതങ്ങൾ പങ്കുവച്ചതോടെ കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിനു മുമ്പേ അണ്ണൻ ബഹിരാകാശത്തെത്തി. സോഷ്യൽ മീഡിയ അണ്ണനെ ഇപ്പോൾ വലിച്ചുവാരി ഉടുക്കുകയാണ്. വിശദീകരണ പോസ്റ്റുകളിലും വീഡിയോയിലുമൊക്കെ പതിവ് പോലെ തന്നെ അണ്ണൻ മെഴുകുന്നുണ്ട്. ഇനിയിപ്പോ ഒരു സംശയം മാത്രമേയുള്ളൂ, 4-ാം തീയതിക്ക് മുന്നേ അണ്ണൻ ഭൂമിയിൽ തിരിച്ചെത്തുമോ, അതോ അന്നേ ദിവസം കൂടുതൽ ഉയരത്തിലേക്ക് പോകുമോ? എന്തായാലും കാത്തിരുന്നു കാണാം.